നമസ്കാരം. സുരേഷ് ഗോപിയെ ട്രോളിയ ബി.ജെ.പി. സംഘടനാ ജനറൽ സെക്രട്ടറി സുഭാഷിനെ തിരിച്ചു വിളിച്ച് ആർ.എസ്.എസ്. ദേശീയ തലത്തിൽ ആർ.എസ്.എസ്. ബി.ജെ.പി. ഭിന്നത രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ സംഘടനാ ചുമതലയിൽ നിന്ന് ആർ.എസ്.എസ്. പ്രചാരകനെ തിരിച്ചു വിളിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി കടുത്ത അഭിപ്രായ ഭിന്നതകൾ സുഭാഷിനുണ്ടായിരുന്നു. ആർ.എസ്.എസ്. ഉത്തര കേരള സമ്പർക്ക് പ്രമുഖായാണ് സുഭാഷിനെ ആർ.എസ്.എസ്. മാറ്റുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ബി.ജെ.പിയുടെ ഔദ്യോഗിക പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നില്ല സുഭാഷ്. സുരേന്ദ്രനുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇതിനൊപ്പം തൃശൂരിലെ വിജയശേഷം ഇന്ദിരാഗാന്ധിയെ ഭാരതാംബ എന്ന് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ സുഭാഷ് ട്രോളിന് സമാനമായ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. ഇതെല്ലാം നേതൃത്വവുമായി ബന്ധപ്പെട്ട അകൽച്ചയ്ക്ക് തെളിവായിരുന്നു. സുരേഷ് ഗോപി എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ച ശേഷമായിരുന്നു സുഭാഷിന്റെ പോസ്റ്റ്. ഇതിൽ സുരേഷ് ഗോപിയും അലോസരപ്പെട്ടിരുന്നു. കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തിയും അറിയിച്ചു. ഇതിനിടെയാണ് ആർ.എസ്.എസും ബി.ജെ.പിയുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ വഷളായതും. ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ ആദ്യ ആർ.എസ്.എസ്. പ്രചാരകൻ പി മുകുന്ദനാണ്. ഒരു ഘട്ടത്തിൽ മുകുന്ദനെയും ആർ.എസ്.എസ്. തിരികെ വിളിച്ചു. പിന്നീട് പ്രചാരക പദവി ഒഴിഞ്ഞ് മുകുന്ദൻ നിശബ്ദനാവുകയും ചെയ്തു. മുകുന്ദന് ശേഷം ബി.ജെ.പിയിലേക്ക് ആർ.എസ്.എസ്. നിയോഗിച്ചത് ഉമാകാന്തനെയാണ്. ഉമാകാന്തനും വർഷങ്ങളോളം പദവിയിൽ തുടർന്നു. അതിനുശേഷം ആരോഗ്യപരമായ കാരണങ്ങളാൽ ചുമതല വിട്ട് കൊച്ചിയിലേക്ക് മാറി. അതിനുശേഷം ഗണേഷിനെ നിയോഗിച്ചു. ചില വിവാദങ്ങളെ തുടർന്ന് ഗണേഷിനെയും ആർ.എസ്.എസ്. ബി.ജെ.പിയിൽ നിന്നും പിൻവലിച്ചു. അതിനുശേഷമാണ് ബി.ജെ.പിയുടെ സഹസംഘടനാ ചുമതലയുണ്ടായിരുന്ന ഗണേഷിനെ സംഘടനാ ജനറൽ സെക്രട്ടറിയാക്കിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗണേഷ് സംഘടനയിൽ പിടിമുറുക്കി. സുരേന്ദ്രന് താല്പര്യമില്ലാത്തവർക്ക് പോലും പാർട്ടിയിൽ അംഗീകാരങ്ങൾ കിട്ടി. പ്രസിഡന്റിനൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട പദവിയാണ് ബി.ജെ.പിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗണേഷിനെതിരെ പലവട്ടം സുരേന്ദ്രൻ ആർ.എസ്.എസിനും ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനും മുന്നിൽ അതൃപ്തി അറിയിച്ചിരുന്നു. അതുകൊണ്ടിപ്പോൾ ഗണേഷിന്റെ മാറ്റത്തോടെ കേരളത്തിലെ ബി.ജെ.പിയിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ്. കേരളത്തിലെ ബി.ജെ.പിയിൽ അടിമുടി മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ആർ.എസ്.എസിനെ രണ്ടായി വിഭജിക്കുകയുണ്ടായി. ഇതോടെ ആർ.എസ്.എസിനും സംഘടനാ കരുത്ത് ചോർന്നു. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഗണേഷിനെ ബി.ജെ.പിയിൽ നിന്നും മാറ്റിയത് എന്നും വിലയിരുത്തലുണ്ട്.